ഹായ്, നമ്മൾ വെഡ്ഡിങ്ങിന് ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് വലിയ മാലകൾ, അതുപോലെ നല്ല കാണാൻ നല്ല പൊലിമയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ മോതിരത്തിൻ്റെ കാര്യം വരുമ്പം ചെറിയ 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 കുറേ മോതിരങ്ങൾ എടുക്കലാണ് പതിവ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വലിയ ഡിസൈൻസ് കിട്ടത്തില്ല. കുഞ്ഞു 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 പൊടി മോതിരങ്ങൾ ഒത്തിരി ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ഒരു പോരായ്മ ശരിക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വെഡ്ഡിങ്ങിനും തന്നെ ഉണ്ടാവുന്നത്. കാരണം വലിയ മോതിരം കിട്ടുവാണെങ്കിൽ തന്നെ പ്ലെയിൻ വലിയ ഡിസൈൻ ഒന്നും ഇല്ലാത്ത സാധാരണ പേരെഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ ജെൻസ് ഇടുന്ന രീതിയിലുള്ള മോതിരങ്ങളൊക്കെയാണ് വലുതായിട്ട് കിട്ടാറ്. അല്ലാതെ ലേഡീസിൻ്റെ നല്ല വലിയ മോതിരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കുറവാണ്. ഇനി വലിയ മോതിരം എന്ന് പറഞ്ഞാൽ അമ്പേപാടം വലുതായിരിക്കും. ഒരു മീഡിയം സൈസിലുള്ള മോതിരങ്ങളും വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ ഡ്രസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള എല്ലാ കളേഴ്സ്, അതായത് എല്ലാ സ്റ്റോൺസും, കളേഴ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് കളറിൽ നമുക്ക് വേറെ കളർ വേണമെന്ന് പറഞ്ഞാൽ സ്റ്റോൺസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം നമുക്ക് പറക്കാട്ട് ജ്വല്ലറിയിൽ, ഇത്രയും നേരം നിന്ന് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറക്കാട്ട് ജ്വല്ലറിയിൽ തന്നെയാണ്. അപ്പോൾ പറക്കാട്ട് ജ്വല്ലേഴ്സിൽ നമുക്ക് കിട്ടുന്നതാണ് എല്ലാ സൈസിലുള്ള അല്ലെങ്കിൽ എല്ലാ കളറിലും ഉള്ള ഗോൾഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതായത് 1 gram ഗോൾഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള റിംഗ്. അപ്പോൾ ഇനി അടുത്ത ഫിംഗറിങ് കാണാം. അടുത്ത ഫിംഗറിങ് കാണാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആനയായിട്ട്, ഇതിപ്പോ നെറ്റിപ്പട്ടാണോ അതോ ആനയുടെ തുമ്പിക്കൈയാണോ, ഇതിലെങ്ങനെയൊക്കെ റിസംബ്ലൻസ് തോന്നിക്കുന്ന ഒരു ഫിംഗറിംഗ് ആണ്. മാം, ഇതിനെ കുറിച്ച് എന്താണ് മാമിന് പറയാൻ? അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അത് ലേഡീസിന് ഇത്തിരി ട്രെൻഡി ആയിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്പം വലുത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് റിംഗ് ഇട്ടാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വർക്കൗട്ട് ചെയ്തേക്കുന്ന. ശരിക്ക് തുമ്പിക്കൈ ആയിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ, നെറ്റിപ്പട്ടായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ സാധനം നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അതെ, ഡയമണ്ട് പാറ്റേൺ തന്നെ റൂബിയും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം വൈറ്റ് സ്റ്റോൺസും റെഡ് സ്റ്റോൺസും റൂബിയും ഡയമണ്ടും തന്നെയാണ് ഇതിൻ്റെയും കോമ്പിനേഷൻ വരുന്നത്. നല്ല ഒരു എന്താ പറയുക, ശരിക്കും നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ വീട്ടിൽ ഭിത്തിയിൽ ചുമ്മാ തൂക്കി വെക്കുന്നില്ല, ഒരു അലങ്കാരത്തിന് വേണ്ടി തൂക്കി വെക്കുന്നില്ല, ആ ഒരു റിസംബ്ലൻസ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്. ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ ഗ്യാപ്പ് ഉണ്ട്, സ്കിന്ന് കാണത്തക്ക വിധമുള്ള ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ കയ്യിൽ തീരെ ചേരാതെ എടുത്ത് നിൽക്കുന്ന ഒരു രീതിയിൽ ഒരിക്കലും തോന്നത്തില്ല. കാരണം സ്കിന്നും ഈ ഇതിൻ്റെയൊക്കെ കളറും പാറ്റേണൊക്കെ മേർജായി വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സിന് മാച്ചായിട്ട് ഇനി സ്റ്റോൺസ് മാറ്റിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു കാസ്റ്റ് അല്ലെങ്കിൽ മതപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? കുറച്ച് ഡിവൈൻ ടച്ച് ഉള്ളതാണ്. പവിത്ര മോതിരം എന്നാണ് പറയുന്നത്, പവിത്രക്കെട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്ക് പയ്യന്നൂർ പവിത്ര മോതിരം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ എല്ലാ ജ്വല്ലറിയിലും ഒന്നും ഇത് അവൈലബിൾ ഇല്ല. ആ രീതിയിൽ വരുന്ന അല്പം ഡിവൈൻ ഹിന്ദു കൾച്ചറിൽ വരുന്ന ആ ഒരു കോമ്പിനേഷൻ, പ്രത്യേകതരം കാസ്റ്റ് സ്ഥിരമായിട്ട് കൈമാറി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല ഇത് എല്ലായിടത്തും ഉണ്ടാക്കി എടുക്കുന്ന ഒരു റിംഗ് അല്ല, അത് അതിന് ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ടാവും അല്ലെ, ഒരു ക്വാളിഫിക്കേഷൻ പോലെ ഉണ്ടാവും അല്ലെ.
ഇതുപോലെ നിങ്ങളുടെ വിരലിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ചെറിയ വിരലാണെങ്കിലും വലിയ വിരലാണെങ്കിലും, ഇനി നിങ്ങൾക്ക് വേണ്ടത് വലിയ റിംഗ് ആണെങ്കിലും ചെറിയ റിംഗ് ആണെങ്കിലും, ഏതൊക്കെ കളറിലാണെങ്കിലും ഏതൊക്കെ പാറ്റേൺസിലാണെങ്കിലും ഒക്കെ നമുക്ക് അടിപൊളി കളക്ഷനുമായിട്ട് നമ്മുടെ പറക്കാട്ട് എന്നും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സോട് ചേർത്ത് വെക്കാനുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും ഈ ഫിംഗർ റിങ്സിലും അതുപോലെ ഞാൻ കാണിക്കുന്ന ഓരോ ദിവസം കാണിക്കുന്ന ഓരോ കളക്ഷൻസിലും ഉണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസൊക്കെ വാങ്ങിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള പറക്കാട്ട് ജ്വല്ലറി വിസിറ്റ് ചെയ്യുക. മാത്രമല്ല, ഞാൻ ഇന്ന് കാണിച്ച കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ കണ്ടൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.